ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ താവളങ്ങൾ ഇറാഖിൽ, അതിനെതിരെയുള്ള സംയുക്ത ആക്രമണം ഇപ്പോഴും സൗദിയും അമേരിക്കയും ചേർന്ന് തുടരുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കിഴക്കൻ ഇറാഖിലെ ഭീകരരുടെ ഒട്ടേറെ ആയുധപ്പുരകൾ, സംഭരണ കേന്ദ്രങ്ങളും US-ന്റെയും സൗദിയുടെയും യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചുവെന്നാണ് US സെൻട്രൽ കമാൻഡ് സെൻകോം അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 20ഓളം മരണം ഈ മേഖലയിൽ സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. IRGCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇറാഖി സായുധ സംഘങ്ങൾ 72 മണിക്കൂറിനിടെ 30-ലേറെ ആക്രമണങ്ങൾ അത് ചെങ്കടലിലുണ്ടായിട്ടുണ്ട്. ഒപ്പം സൗദിയുടെ പല മേഖലയിലുണ്ടായിട്ടുണ്ട്. അതിനുള്ള തിരിച്ചടിയാണ് ഇത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. IRGCയും അവരുടെ ഭീകര നിഴൽ സംഘങ്ങളുടെയും ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നുള്ള മുന്നറിയിപ്പും പ്രധാനമായും നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സൗദി യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി വരുന്നത്. ഇത് ചെറിയ കാര്യമല്ല കാർത്തിക്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ ഒരു രാജ്യം പ്രധാനമായും യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഇറാൻ സൃഷ്ടിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാഖിൻ്റെ മണ്ണിൽ നിന്നുള്ള ആക്രമണം തടയാൻ നടപടിയെടുക്കണമെന്ന് ഇറാഖി ഭരണകൂടത്തോട് സൗദി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ പ്രയോജനമുണ്ടായില്ല. വീണ്ടും ആക്രമണം ഉണ്ടാകുമ്പോൾ സൗദി കൂടി അമേരിക്കയ്ക്കൊപ്പം ആക്രമണത്തിന് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലവും പ്രധാനമാണ്. രഞ്ജിത്ത്, അതുതന്നെയാണ് ഈ സാഹചര്യം കൂടുതൽ മോശമാക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേർക്കുനേരെയുള്ള യുദ്ധത്തിൽ ഇതുവരെ മറ്റ് രാജ്യങ്ങൾ ഭാഗമായിരുന്നില്ല. അവർക്ക് നേരെ മിഡിൽ ഈസ്റ്റിലടക്കം അവർക്ക് നേരെയുള്ള വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സൗദി കൂടി അമേരിക്കയുമായി ചേർന്ന ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വഴിത്തിരിവ്. അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണമാണ്. ഏതാണ്ട് 72 മണിക്കൂറോളം നീണ്ടുനിന്ന ആക്രമണങ്ങളിൽ 30-ലധികം പ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ഇത് സൗദിക്ക് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് റിയാദിലെ പെട്രോളിയം കേന്ദ്രങ്ങളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് ആ 72 മണിക്കൂറിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഭാഷയിൽ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ സൗദിയെ നിർബന്ധിതമായി. അങ്ങനെയാണ് അമേരിക്കയുമായി ചേർന്ന സൗദി ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ ഏതാണ്ട് 20ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് സൗദിയും ഇറാഖുമായുള്ള നയതന്ത്ര ബന്ധത്തെയും ബാധിച്ചിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് ഇറാൻ ഭരണാധികാരികളിൽ നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഇത് മുന്നോട്ടുള്ള ഘട്ടങ്ങളിൽ എങ്ങനെ വഴിത്തിരിവാകും എന്നതുകൂടി ആശങ്കാജനകമായി നിലനിൽക്കുന്നു. അതായത് അമേരിക്കയും ഇറാനും നേർക്കുനേർ നടത്തിയിരുന്ന യുദ്ധത്തിൽ ഇപ്പോൾ സൗദി കൂടി അമേരിക്കയ്ക്കൊപ്പം ചേർന്ന ഇറാഖിലെ ഇറാൻ്റെ അനുകൂല സായുധ സംഘങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുന്നു. അതാണ് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഒരു വഴിത്തിരിവായി എത്തിയിരിക്കുന്ന പുതിയ സാഹചര്യം. ഇതിനെ വലിയ ആശങ്കയോടെയാണ് കാണുന്നതും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ പുതിയ പ്രതികരണങ്ങളടക്കം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുമോ എന്നത് ഒരു ഭീതിജനകമായ സാഹചര്യം ഉണ്ടാക്കും. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ പ്രതികരണത്തെ കാണാനും. എന്തായാലും സൗദിയും ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. രാജ്യത്തിന് നേരെയുള്ള ഏത് ആക്രമണത്തെയും അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകും എന്ന് സൗദിയും വ്യക്തമാക്കുന്നു. അതായത് ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ഇറാഖിൽ ഉള്ള ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ഇനിയും സൗദിക്ക് നേരെ ആക്രമണം നടത്തിയാൽ അതിന് അതേ നാണയത്തിൽ ശക്തമായ ഭാഷയിൽ പ്രത്യാക്രമണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് സൗദി നൽകുന്നത്. തീർച്ചയായും BR കാർത്തിക്കാണ് വിശദമായി തന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യ വല്ലാത്ത ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് എന്നുള്ളതാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത് മുതൽ സൗദികൾ ഒരു തരത്തിലും ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഈവൻ US-ന് സഖ്യകക്ഷിയാണ് എങ്കിൽ പോലും മാറി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് സൗദി. യുദ്ധം അനിവാര്യമാണ് എന്ന ഘട്ടത്തിൽ മാത്രമാണ് യുദ്ധത്തിൽ ഇടപെടുക എന്നുള്ളത് അവർ തീരുമാനിച്ചിരുന്നു. 3 വശങ്ങളിൽ നിന്നും ഇപ്പോൾ ആക്രമണം നേരിടുന്ന ഒരു പശ്ചാത്തലം സൗദി അറേബ്യയ്ക്കുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ്റെ ആക്രമണം അതുണ്ടാകുന്നത് ഇറാഖിൽ നിന്നാണ്. ഇറാൻ്റെ ചില പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാഖിൽ നിന്ന് ആക്രമണങ്ങൾ അയച്ചുവിടുന്നൊരു പശ്ചാത്തലം. ഹൂതികൾ സൗദിയെ ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലം. അവിടെയും ഇറാൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഹൂതികൾ ഈ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ഒന്നാകുന്നത്. ഇറാനിയൻ പ്രോക്സി മിലിഷ്യകൾക്കെതിരെ അവർ US-മായി സംയുക്ത ആക്രമണം നടത്തേണ്ടി വരുന്ന പശ്ചാത്തലവും അങ്ങനെ ഒരുങ്ങുന്നതാണ്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്രമണത്തിൻ്റെ ഭാഗമാകാൻ ആദ്യഘട്ടത്തിൽ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഈ രാജ്യത്തിന് നേരെ ഡ്രോണുകൾ വരികയും അവരുടെ പെട്രോളിയം സംഭരണ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കപ്പെടുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്.
അത് അവർക്ക് സൗദി അറേബ്യ യുദ്ധം ആരംഭിക്കാത്തതിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരെയാണ് ആക്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ആദ്യ ഘട്ടത്തിൽ തന്നെ അവർ ഉയർത്തിയിരുന്നു. 5 മാസമായി ഗൾഫിനെയും മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളെയും വിഴുങ്ങുന്ന സംഘർഷത്തിൽ പ്രധാനമായി 2 കക്ഷികളാണ് നമുക്കറിയാം. ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട അവരോട് ചേർന്ന് നിൽക്കുന്ന, ഒരു വശത്ത് ഇറാനും അവരോട് ചേർന്ന് നിൽക്കുന്ന ചില ശക്തികളുണ്ട്. അതിന് പ്രധാനമായും ഇതുമായി നേരത്തെ പറഞ്ഞ പോലെ പല ശക്തികൾ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. യമനിലെ ഒരു ഗോത്ര വിഭാഗമായ ഹൂത്തികൾ പ്രധാനമായും അവരുമായി സഖ്യത്തിലാണ്. സൗദി അറേബ്യയിൽ നിന്ന് 30 ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഇറാഖിലെ അർദ്ധ സൈനിക വിഭാഗമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവർക്കെതിരെയും ആക്രമണം നടത്താൻ ഇപ്പോൾ സൗദി നിർബന്ധിതമാകുന്ന ഒരു പശ്ചാത്തലമാണ്. ലബനിലെ ഹിസ്ബുള്ള ശക്തമായ ഒരു സാന്നിധ്യമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ഇറാനും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും മറുഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും. അതിൽ ഇസ്രായേൽ കഴിഞ്ഞ കുറേ നാളുകളായി സൈലൻ്റാണ്. അവരുടെ സെൻകോം, അതായത് അമേരിക്കയുടെ കൊപ്പമുള്ള ഗൾഫ് അറബ് രാജ്യങ്ങളും ജോർദാനും ഒക്കെയുള്ള ഒരു സംവിധാനം. പക്ഷേ ഇസ്രായേൽ ഉണ്ടെങ്കിൽ പോലും അവർ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയാണെങ്കിൽ പോലും യുദ്ധത്തിൽ സജീവ പങ്കാളിയല്ല. പക്ഷേ സൗദി ഒരു കാരണവശാലും ഇതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെയാണ് സൗദി ഇത്തരം ആക്രമണങ്ങളിൽ നിശബ്ദത പാലിച്ചത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നത് സൗദി ഒരു മിഷൻ 2030 എന്നുള്ള സംവിധാനം സൗദിയുടെ പുതിയ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലോകരാജ്യങ്ങളുമായി സമാധാനം പാലിക്കുക. അവരുടെ ചെറുപ്പമായ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് ഈ വിഷൻ 2030 എന്നറിയപ്പെടുന്ന ഈ സംവിധാനം പുറത്തേക്ക് കൊണ്ടുവന്നത്. എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നതിൽ നിന്നും രാജ്യത്തെ വൈവിധ്യവൽക്കരിക്കുക, ഓരോ വർഷവും തൊഴിൽ വിപണിയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ബിരുദധാരികൾക്കും സ്കൂൾ പഠനം പൂർത്തിയാക്കിയവർക്കും തൊഴിലവസരങ്ങൾ നൽകുക, ഊർജ്ജസ്വലവും ആധുനികവുമായ ആഭ്യന്തര വ്യവസായങ്ങൾ സൃഷ്ടിക്കുക എന്നിവയ്ക്കായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത്. അതിൽ വിഷൻ 2030 ഭാഗമായി വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ അവിടെയൊക്കെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു പോരാട്ടമോ ഒന്നും ആഗ്രഹിക്കാതെ അവർ കൃത്യമായി സമാധാനത്തോടു കൂടി ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവിടെയാണ് യമനിലെ ഹൂത്തികൾ തെക്കൻ അതിർത്തിയിൽ നിന്നും തുടർച്ചയായി ഡ്രോണുകൾ തൊടുത്തുവിടുന്നത്. അത് ഇറാന്റെ സഹായത്തോടെയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നത്. ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള അവരുടെ അമേരിക്ക തന്ന യുദ്ധ സംവിധാനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് അവരത് തടുക്കുന്നുണ്ട് എങ്കിൽ പോലും 2026 ആയപ്പോഴേക്കും ഈ തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഒരു സ്വഭാവം മാറുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അവരുടെ പല കേന്ദ്രങ്ങളും, പ്രധാനപ്പെട്ട ഓയിൽ സംഭരണ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ഓയിൽ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അവരിപ്പോൾ ഏറ്റവും ഒടുവിൽ UAE സംവിധാനങ്ങളിൽ നിന്ന്, ഓയിൽ കയറ്റുമതി സംവിധാനങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നുണ്ട് എങ്കിൽ പോലും, സ്വന്തമായി ഓയിൽ കയറ്റുമതി ഒക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും പകുതിയോളം ഓയിൽ കയറ്റുമതി സംവിധാനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അവിടെയാണ് റിയാദിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പ്രത്യാക്രമണത്തിലുള്ള എത്രത്തോളം ദുർബലമാണ് എന്നത് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.